ബിസിനസ് പറഞ്ഞാൽ സെയിൽസാണ്, ഒറ്റയടിക്ക് പറയാം. എന്നിട്ടും ആളുകൾ അതിലേക്ക് എത്താത്തത് ബിസിനസ് പഠിക്കണമെങ്കിൽ സെയിൽസ് പഠിക്കണ്ടേ? സെയിൽസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലും വലിയ പ്രൊഫഷൻ ഇല്ല ലോകത്ത്. അവർക്ക് ഏണിങ്സ് അത്ര ഹൈ ആണ്, അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് അത്ര ഹൈ ആണ്, അവരുടെ റെപ്യൂട്ടേഷൻ, റെക്കഗ്നീഷൻ, അവാർഡ്, റിവാർഡ്സ് എല്ലാം അവരെ പിറകെ വരികയാണ്. പിന്നെ ഒരു നല്ല സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ അവരെ പൊക്കിയെടുക്കാൻ അനവധി കമ്പനികൾ മത്സരിക്കുകയാണ്. ഇത്രയും വലിയ പ്രൊഫഷനായിട്ടും ആൾക്കാർക്ക് ഭയമാണ്. ബിസിനസ്സിൽ സെയിൽസ് എന്ന് പറയുന്നതാണല്ലോ ബിസിനസ്സിൻ്റെ സോൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സെയിൽസ്മാനായിട്ട് അല്ലെങ്കിൽ സെയിൽസ് സ്റ്റാഫായിട്ട് വരുന്ന ആളുകൾക്ക് പലപ്പോഴും സെയിൽസ് ചെയ്യാൻ മടിയാണ്. എന്നാലോ നമ്മൾ പറയാറുണ്ട് സെയിൽസിലാണ് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക, ഏറ്റവും കൂടുതൽ നമുക്ക് സാലറിയും ഏണിങ്സും സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സെയിൽസിലൊരു താല്പര്യക്കുറവ് ആളുകൾക്ക്? ബിസിനസ് പറഞ്ഞാൽ സെയിൽസാണ്, ഒറ്റയടിക്ക് പറയാം. എന്നിട്ടും ആളുകൾ അതിലേക്ക് എത്താത്തത് ബിസിനസ് പഠിക്കണമെങ്കിൽ സെയിൽസ് പഠിക്കണ്ടേ? സെയിൽസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലും വലിയ പ്രൊഫഷൻ ഇല്ല ലോകത്ത്. അവർക്ക് ഏണിങ്സ് അത്ര ഹൈ ആണ്, അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് അത്ര ഹൈ ആണ്, അവരുടെ റെപ്യൂട്ടേഷൻ, റെക്കഗ്നീഷൻ, അവാർഡ്, റിവാർഡ്സ് എല്ലാം അവരെ പിറകെ വരികയാണ്. പിന്നെ ഒരു നല്ല സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ അവരെ പൊക്കിയെടുക്കാൻ അനവധി കമ്പനികൾ മത്സരിക്കുകയാണ്. ഇത്രയും വലിയ പ്രൊഫഷനായിട്ടും ആൾക്കാർക്ക് ഭയമാണ്. കാരണം സെയിൽസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാരെയാണല്ലോ ഫേസ് ചെയ്യേണ്ടത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു റിജക്ഷൻ ജോബാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് അതിൽ ഭയം വരുന്നത്. കാരണം 100 പേരെ നമ്മളൊരു സാധനം വിൽക്കാൻ വേണ്ടി സമീപിക്കുമ്പോൾ ചിലപ്പോൾ 99 പേരും നോ പറയും. ഈ നോ പറയുക എന്നുള്ളതിനോട് വല്ലാത്തൊരു ഭയമാണ് ആളുകൾക്ക്. അതുകൊണ്ടാണ് കഴിവുറ്റ പ്രതിഭകളായ ചില സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വരെ ഈ പ്രൊഫഷൻ വിട്ടെറിഞ്ഞങ്ങ് പോകും. ഇതാണ് കാര്യം. അപ്പോൾ ആ നോ പറയുന്നതിനെ, നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, NO എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന പോസിറ്റീവ് ഓപ്റ്റിമിസത്തിലേക്ക് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി മാനസികാവസ്ഥ. അപ്പോൾ സെയിൽസിൽ നമ്മൾ പഠിച്ചു വരുമ്പം സെയിൽസ് ഒരു കടലാണല്ലോ, മഹാസമുദ്രമാണ്, പഠിച്ചാൽ തീരാത്തതാണ്. എന്നും അനുഭവത്തിലൂടെ അത് പഠിച്ച് ഡ്രൈവിങ് പോലെയാണ്. ഡ്രൈവിങ് പഠിച്ച് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. അത് ഓരോ ദിവസവും ഓരോ ഇൻസിഡൻറ്റ്, ഓരോ അവസ്ഥ, ഓരോ റോഡ്, ഓരോ അനുഭവമാണല്ലോ. ഇതുപോലെ സെയിൽസ്. അപ്പോൾ സെയിൽസിൽ നമുക്കറിയാം, നിങ്ങൾ കസ്റ്റമറിൻ്റെ ആവശ്യങ്ങളെ മനസ്സറിഞ്ഞ് തൊട്ടറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സെയിൽസ് കയറാൻ പറ്റില്ല. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. കസ്റ്റമറിനെ അറിയുക, കസ്റ്റമറിൻ്റെ മനസ്സ് വായിക്കുക, കസ്റ്റമറിൻ്റെ വികാരം തൊടുക, കസ്റ്റമറിൻ്റെ ഉള്ളിൽ പിടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണോ നമ്മൾ വിൽക്കാൻ പോകുന്നത് ആ പ്രൊഡക്റ്റിനെ വളരെ ഡീറ്റെയിലായിട്ട് അറിഞ്ഞ് അതിനെ മനോഹരമായിട്ട് കസ്റ്റമറിൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ മാത്രം അതിൻ്റെ ബെനിഫിറ്റ്സ്, അത് 70% ഇമ്പോർട്ടൻസ് ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് അതൊരു 20% ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഫീച്ചേഴ്സും 10% എങ്കിലും അതും. ഇങ്ങനെ ഡീറ്റെയിൽ സ്റ്റഡി അബൌട്ട്സ് യുവർ പ്രോഡക്റ്റ്, ഉൽപ്പന്നത്തെക്കുറിച്ച് ആഴത്തിലും പരപ്പിലുമുള്ള വിശാലമായ പ്രൊഡക്റ്റ് നോളജ് വേണം ഒരു സെയിൽസ്മാൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്. അങ്ങനെ വരുമ്പം ആ ഓരോ പ്രൊഡക്റ്റ് വിൽക്കാൻ കൊണ്ടുപോകുമ്പം ആ പ്രൊഡക്റ്റിൽ എന്ത് വാല്യൂ അഡിഷൻ, എന്തൊക്കെ മൂല്യങ്ങൾ അധികമായി കൊടുക്കാം. ചിലപ്പോൾ പ്രൊഡക്റ്റിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല, പ്രൊഡക്റ്റിൻ്റെ പാക്കിങ്ങിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്, പ്രൊഡക്റ്റിൻ്റെ ഗന്ധം, സ്മെല്ലിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്, പ്രൊഡക്റ്റിൻ്റെ ഫീലിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്ന ആളുടെ ഡ്രസ്സിങ്ങിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടാവും. പാക്കിംഗ് ആൻഡ് ഗ്രൂമിങ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. അയാളുടെ പുഞ്ചിരി കൊണ്ട് അതിന് വാല്യൂ അഡിഷൻ വരുത്താൻ പറ്റുന്നത്, അയാളുടെ മനോഹരമായ ബിഹേവിയർ കൊണ്ട് വാല്യൂ അഡിഷൻ വരുത്താൻ പറ്റുന്നത്. അങ്ങനെ അനവധി കാര്യങ്ങൾ വാല്യൂ അഡിഷൻ ഉണ്ട്. അതുകൊണ്ടാണ് 2 എക്സിക്യൂട്ടീവ്സ് പോകുമ്പോൾ ഒരാൾ വിജയിക്കും, ഒരാൾ പരാജയപ്പെടുകയും ചെയ്യുന്നത്. ഈ വാല്യൂ അഡിഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ ഒരാൾക്ക് അറിയില്ലെങ്കിൽ പോക്കാ കാര്യം. കുറച്ച് അറിവ് മാത്രം പോരാ, വാല്യൂ അഡിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിത്തീരണമെങ്കിൽ നല്ല ബന്ധം സ്ഥാപിക്കാൻ, മനോഹരമായ ആത്മബന്ധം തന്നെ ആളുകളുമായി സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ആകർഷകമായ വ്യക്തിത്വം നമ്മളെ ഭാഗത്തുമാണ്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ സമയത്താണ് എനിക്കൊരു ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു കടയിൽ ചെന്നപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോയതാണ്, ഒരു ഫുട്വെയർ വാങ്ങാൻ പോയതാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഡക്റ്റ് അവിടെ ഇല്ല. പക്ഷേ
ഞാൻ ആഗ്രഹിച്ച പ്രൊഡക്റ്റ് ആ സെയിൽസ്മാനോട് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആൾ പറഞ്ഞത് ഇതേ സാധനം നമ്മൾ തൊട്ടടുത്ത ഈ ഒരു ഷോറൂമിൽ കിട്ടും, അവിടെ പോയാൽ മതി എന്നുള്ളു. പക്ഷേ വേറെ ആളുടെ കൊളീഗായിട്ടുള്ള വേറെ സെയിൽസ്മാൻ പറയുന്നത് നമ്മളെ കച്ചവടം പോക്കുകയല്ലേ നിങ്ങൾ ചെയ്തതെന്ന് വെച്ച്. പക്ഷേ അദ്ദേഹം തന്നെ ആ സമയത്ത് തന്നെ കറക്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാണല്ലോ ഈ സമയത്ത്, അദ്ദേഹത്തിന് വേണ്ടിയത് ഈ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്യേണ്ടതെന്ന്. വളരെ കറക്റ്റാണ്. കാരണം സെയിൽസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ടു ബൈ എന്ന കൺസ്യൂമറെ, കസ്റ്റമറെ മനസ്സറിഞ്ഞിട്ട് അയാളെ വാങ്ങാൻ സഹായിക്കുന്നവരാണ് ശരിയായ സെയിൽസ് എക്സിക്യൂട്ടീവ്. അത് അവിടെ ഇല്ലെങ്കിൽ എവിടേക്കാണോ ഡയറക്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് ഡയറക്റ്റ് ചെയ്താൽ അയാൾക്കറിയാം അയാൾ മറക്കാതെ മനസ്സ് സൂക്ഷിക്കുകയും പിന്നെ ഒരവസരം വരുമ്പോൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഇയാളാണ് കറക്റ്റായിട്ടും വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്. ആ ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് വളരെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു കസ്റ്റമറെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇയാളെ മനസ്സിലാണ് അയാൾ ഫോളോ ചെയ്തത്. അയാൾ ഡയറക്റ്റായിട്ട് ഇവിടെ തന്നെ മറ്റൊരു സാധനം കൊടുത്ത് അയാൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം എടുത്തിട്ട് അയാളെ മടുപ്പിച്ച് വെറുപ്പിച്ച് അവിടെ നിന്ന് അകറ്റിപ്പോയിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും അയാൾ തിരിച്ചു വരില്ല. സാധനം എടുക്കുകയില്ല, അയാൾ പോയിട്ടുണ്ടാവും, നിങ്ങൾ പോയിട്ടുണ്ടാവും. അതെ. അതായത് നമ്മളെ ടേസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് അത് ഫോഴ്സ്ഫുള്ളി സെല്ല് ചെയ്യിക്കാതെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്. ഹെൽപ്പ് ടു ബൈ, വാങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, നിങ്ങളെ ഭാഗത്തേക്ക് സഹായിക്കുക, നിങ്ങൾക്ക് അതിനുള്ള അറിവ് തരിക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ സ്നേഹത്തോടുകൂടി ആ ബന്ധത്തെ പരിപാവനമായി റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അവിടെ. അതാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല അയാളെ. മറ്റേ ആളെ നമ്മൾ വെറുക്കുകയും ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞ ആളെ. ഇത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇതുപോലെ സെയിൽസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണല്ലോ. ഒരറിയാത്ത ആളെ സസ്പെക്റ്റിങ്, അതിനെ പ്രോസ്പെക്റ്റാക്കി, ആ പ്രോസ്പെക്റ്റിനെ നമ്മൾ ഒരു ലീഡ്സാക്കി കൺവേർട്ട് ചെയ്ത്, ആ ലീഡ്സിൽ ഒരു കസ്റ്റമറാക്കി, ആ സെയിൽസ് ക്ലോസ് ചെയ്ത് നമ്മുടെ സ്വന്തം ആളാക്കി മാറ്റുന്ന വലിയൊരു പ്രോസസ്സ് ഉണ്ടായില്ല. വലിയ പ്രക്രിയ, നീണ്ടൊരു പ്രക്രിയ. അപ്പോൾ ഒരു ഫണൽ എന്താ പറയുക, സെയിൽസ് ഫണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുക. ആ ഫണലിൽ നിന്നിങ്ങനെ അരിച്ചിറക്കി ക്ലോസ് ചെയ്ത് നമ്മളെ കസ്റ്റമറാക്കി. കസ്റ്റമറെ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ, കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്നും ആ കസ്റ്റമറെ തന്നെ നമ്മളെ ലൈഫ് ലോങ് കസ്റ്റമറാക്കി നിലനിർത്താൻ പറ്റുക എന്നുള്ള അതൊരു വലിയ മികവാണ്. അത് തീർച്ചയായിട്ടും ഈ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും വലിയ മനസ്സറിഞ്ഞ പാഠവും കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. സംരംഭകൻ എവിടെയോ ഇരുന്ന് പല മാർക്കറ്റിംഗ് ടെക്നിക്സോ പല ജാട വിദ്യകളോ ഒന്നും കളിച്ചാൽ ഇവിടെ ഈ കസ്റ്റമറെ മനസ്സ് പിടിക്കാൻ പറ്റില്ല. മനസ്സ് പിടിക്കുന്ന എപ്പോഴും മനസ്സോട് അടുക്കുന്ന, നേരിട്ട് ഫേസ് ടു ഫേസ് കൈകാര്യം ചെയ്യുന്ന സെയിൽസ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ കസ്റ്റമർ റിട്ടൻഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ഒബ്ജക്ഷൻസും ഒരു കസ്റ്റമർക്ക് ഉണ്ടാവുമല്ലോ. ഈ ഒബ്ജക്ഷനെ ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളായിരിക്കും സെയിൽസ് എക്സിക്യൂട്ടീവ്. അല്ലാതെ അയാളോട് തട്ടിക്കയറിയിട്ട് നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ വിവരക്കേടല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ, ഞങ്ങളെ കമ്പനിയെക്കുറിച്ച്, ഞങ്ങളെ വലുപ്പത്തെക്കുറിച്ച്, ഞങ്ങളെ പ്രൊഡക്റ്റിൻ്റെ പെർഫെക്ഷൻ ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ഒബ്ജക്ഷന് നേരെ തട്ടിക്കയറുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് എപ്പോഴും പരാജയമായിരിക്കും. അതായത് കസ്റ്റമർ ഈസ് ദ കിങ് എന്നുള്ളതിൽ നിന്ന് മാറി കസ്റ്റമർ ഈസ് ദ ഗോഡ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി വരുന്ന ഒരു സമയമാണ്. ഭൂമിയിൽ കൺകണ്ട ദൈവം കസ്റ്റമറാണ് ബിസിനസ്സിൽ. അവിടത്തേക്ക് നമ്മൾ എത്തുമ്പോഴാണ് സംരംഭകനും സംരംഭകൻ്റെ ടീമും, പ്രത്യേകിച്ച് സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മുന്നണി പോരാളികളാണ്. അവരാണ് ഇതിൻ്റെ ഈ യുദ്ധത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് അവനായിലെ പണ്ടത്തെ അസ്ത്രവും തോക്കുമൊന്നും പോരാ. ഇപ്പോൾ അൾട്രാ മോഡേൺ അറ്റോമിക് വെപ്പണും ലേസർ വെപ്പണും ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ വെപ്പൺസ്, ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്സ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ബേസിലുള്ള ബ്രെയിൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ആ കസ്റ്റമറുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിയെയും അവരുടെ മൈൻഡ് സെറ്റിനെയും പിടിച്ചിട്ട് അതിന് വളരെ തക്കതായ രീതിയിൽ മനസ്സിലേക്ക് വലിഞ്ഞു കയറി ഈ പ്രൊഡക്റ്റിനെ അവരുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു മഹാജാലവിദ്യ തന്നെയാണ് സെയിൽസ്. അതായത് സെയിൽസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു ഇമോഷനും അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് എമോഷണൽ സെല്ലിംഗ് ആണ് നടക്കേണ്ടത്. പണ്ടത്തേത് ലോജിക്കൽ സെല്ലിംഗ് ആയിരുന്നു. വർത്തമാനം പറഞ്ഞിട്ട് ആളെ മറിച്ചിട്ട് ഞാൻ വലിച്ചു പിടിച്ചു, ഈ സാധനം വിറ്റു എന്നൊക്കെ പറയും. ഒരു തവണ അതൊക്കെ നടക്കുള്ളൂ. അനവധി തവണ ലൈഫ് ലോങ് മരണം വരെയും, പിന്നെ മരിച്ച ശേഷം അവരുടെ കുടുംബം ഇവിടേക്ക് എത്തുന്ന രീതിയിൽ അത്രയും വിശാലവും ദീർഘവുമായ കസ്റ്റമർ റിട്ടൻഷൻ ഫോർമുലകളും ടെക്നിക്സുമാണ് ഇപ്പോൾ നടക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ ഒരു വലിയ വിദ്യകൾ, ഒരു ക്ലോസിംഗ് എന്നൊക്കെ പറയുന്ന അറിയാതെ ക്ലോസ് ചെയ്ത് പോകണം. ക്ലോസിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് അപാരമായ വിദ്യകളാണ്, ടെക്നിക്സാണ്. അത് വളരെ ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമാണ്. അത്തരത്തിൽ അതിനെ ഉയർന്ന് പരിശീലിപ്പിച്ചെടുത്താൽ സെയിൽസ് ഒരു മഹാകലയാണ്. സെയിൽസിൽ ആളുകൾ അത് എൻജോയ് ചെയ്യും. സെയിൽസ്മാനെയും കസ്റ്റമർ എൻജോയ് ചെയ്യും. അവിടേക്ക് എത്തണം.